ചെറുപ്പം മുതൽ വിചാരിച്ച പോലെ എല്ലാം നടന്നു, കണ്ട റീലുകളൊക്കെ കണ്ടു. ആരും റെസ്ട്രിക്റ്റ് ചെയ്യാനില്ല, അച്ഛനമ്മമാർ ശിക്ഷണം നൽകാൻ അവർക്കും പറ്റുന്നില്ല, ടീച്ചേഴ്സിന് പറ്റുന്നില്ല. ഇങ്ങനെ വളർന്നൊരു കുട്ടിക്ക് ചെറിയൊരു സെറ്റ് ബാക്ക് ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരു എൻട്രൻസ് എക്സാമിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഉടനെ സൂയിസൈഡ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും മാതാപിതാക്കൾ മക്കളിൽ അഡിക്ഷൻ കണ്ടുവരുന്നത് വളരെ നേരം വൈകിട്ടാണ്. അപ്പം ആ ഒരു മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സട്ടിലായിട്ടുള്ള ഒരു വാർണിംഗ്സ് എന്തൊക്കെയായിരിക്കും? അതായത് ഒരുപാട് കുട്ടികൾ നിൽക്കണം, അവർ ഇൻട്രോവേർട്ട് ആവും, അവർക്ക് വേറെ ആളോട് സംസാരിക്കേണ്ട, അവർക്ക് തൊട്ട് ചുറ്റുമുള്ള ആളുകളുമായിട്ട് ഇടപെടേണ്ട, അവരുടെ മൊത്തം അവർക്ക് ഫ്രണ്ട്സ് ആണെങ്കിൽ അതൊക്കെ വെർച്വലായി മാറി കുട്ടികൾ ഇറിറ്റബിൾ ആകുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കാതെ നോക്കുക എന്നുള്ളതാണ്. അത് ഈ കാർട്ടൂണുകളായിക്കോട്ടെ ഇതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള വെച്ചാൽ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നത് ഭയങ്കര ഫ്ലാഷി ആയിട്ടുള്ള ഇതിനുള്ളൊരു പ്രോബ്ലം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒഴുകി നിൽക്കുന്ന കുട്ടികൾ അവർക്ക് അവരുടെ സറൗണ്ടിങ്സുമായിട്ടും യാതൊരു ബന്ധമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഉള്ളത് കുട്ടികളിയല്ല സോഷ്യൽ മീഡിയ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മോടൊപ്പം ഉള്ളത് വളരെ വിശിഷ്ടനായിട്ടുള്ളൊരു ഗസ്റ്റാണ്. ഡോക്ടർ പി മുഹമ്മദ് മുസ്തഫ സാറാണ്. അദ്ദേഹം മെട്രോമെഡ് ഇൻ്റർനാഷണൽ കാർഡിയാക് സെൻറ്ററിൻ്റെ ചെയർമാനും അതിനോടൊപ്പം അവിടുത്തെ ചീഫ് കാർഡിയോളജിസ്റ്റ് കൂടിയാണ്. വെൽക്കം സാർ. താങ്ക് യു. നമ്മുടെ ഈ കുട്ടികളില്ല സോഷ്യൽ മീഡിയ എന്ന ക്യാമ്പയിൻ്റെ അതിലിരിക്കുന്ന ഒരു ഗസ്റ്റ് എന്ന നിലയിൽ സാറ് ആ ഒരു ക്യാമ്പയിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു ഇന്നത്തെ ഒരു വലിയ പ്രശ്നം തന്നെയാണിത്. പ്രത്യേകിച്ച് കുട്ടികളുടെ ആരോഗ്യ വിഷയമായി പറയുകയാണെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എല്ലാവരിലും ഉണ്ടെങ്കിലും അത് കുട്ടികളിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വരുന്നത് തീർച്ചയായിട്ടും ഒരു ഭാവി തലമുറയെ അത് എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ള ഒരു ആശങ്ക ഇന്നത്തെ എല്ലാ പേരൻസിനും ഉള്ളതുപോലെ എനിക്കുമുണ്ട്. അതെ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും മണിക്കൂറുകളോളമാണ് ഈ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്. അപ്പം ഇത് കേവലം അവരുടെ ജീവിതാരോഗ്യ ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ ഒരു പൊതുജനമായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ടാണോ, എങ്ങനെയാണ് ഇത്? ആക്ച്വലി ഒരുപാട് തലങ്ങളിൽ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമല്ല, ഇപ്പോൾ ഗാഡ്ജറ്റ് യൂസേജ്. ഇപ്പോൾ ചെറിയ കുട്ടികൾ, പിഞ്ചു കുട്ടികൾ എന്ന് പറഞ്ഞാൽ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഇന്ന് ഈ ചെറിയ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉമ്മമാർ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ് ഗാഡ്ജറ്റ്സ്. പക്ഷേ ആ ഒരു പ്രായത്തിൽ നമ്മൾ ഇവർക്ക് ഈ ഗാഡ്ജറ്റ്സ് കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. പിന്നെ ഈ ഗാഡ്ജറ്റ്സ് അവരിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്? ഞാൻ ഇപ്പോൾ പറയുന്നത് വളരെ ചെറിയ കുട്ടികളുടെ കാര്യമാണ്. ഇൻഫൻസ് മുതൽ ഈ ടോഡ്ലേഴ്സ്, ഈ മറ്റേ സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു കുട്ടികളുടെ ആരോഗ്യ പ്രശ്നം. കാരണം ഇന്ന് കുട്ടികൾ ഒരു 6 മാസം കഴിഞ്ഞ് 1 വയസ്സിൻ്റെ മുൻപ് തന്നെ ഇന്ന് എല്ലാവരും ഗാഡ്ജറ്റ്സ് കൊടുക്കുന്ന ഒരു ശീലം ഇപ്പം നമ്മൾ വളരെ കണ്ടുവരുന്നുണ്ടല്ലോ. മാതാപിതാക്കൾ ഇങ്ങനെ പറയും, അതായത് ഭക്ഷണം കഴിക്കുന്നില്ല, അതിനുവേണ്ടി ഞാൻ കൊടുക്കാണ്. അതുമാത്രമല്ല, പണ്ട് കുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ പാല് കൊടുക്കുന്നത് പോലെ ഇപ്പൊ കുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാബ്ലറ്റോ ഒരു ഗാഡ്ജറ്റ്സ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ശീലമായി അല്ലേ? അപ്പോൾ ആ ഒരു പ്രവണത ശരിക്കും കുട്ടികളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ മൊബൈലിലോ അല്ലെങ്കിൽ ഈ ഗാഡ്ജറ്റ്സിൽ നമ്മൾ കാണുന്ന എന്ത് തന്നെ ആയിക്കോട്ടെ, അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് ഇപ്പോൾ ഈ റീൽസുകളായിക്കോട്ടെ, അപ്പോൾ ചില ഉമ്മമാർ പറയും അത് കുട്ടികൾക്ക് കാണുന്ന അല്ലെങ്കിൽ കാണേണ്ടതാണല്ലോ ഞങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അവർ പറയും ഞങ്ങൾ കാർട്ടൂണല്ലേ കാണിക്കുന്നത്, അതിനെന്താ തകരാറാണ്? സംഗതി ശരിയാണ്. നമ്മളുടെ പേടി എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ വലിയ ആളുകൾ കാണേണ്ടത് കാണുമോ, അതുകൊണ്ട് അവർക്ക് വേറെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ഒരിതാണ് സാധാരണ പണ്ട് ഈ പാരൻസിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഉമ്മമാർ അവർ പറയും അത് കുട്ടികൾ കാണേണ്ടതല്ലേ, കാർട്ടൂണല്ലേ കാണുന്നത്. പക്ഷേ അതിലും പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാർട്ടൂണുകളായിക്കോട്ടെ ഇതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്നതിനോട് ഭയങ്കര ഫ്ലാഷി ആയിട്ടാണ് ഇതുണ്ടാവുക. ഭയങ്കര കളർഫുള്ളായിട്ടാണ് ഈ പിക്ചേഴ്സും ഈ മൂവീസും എന്തും വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ കുട്ടികൾക്ക് ഇനിയിപ്പോൾ മറ്റ് റീലുകളൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അറ്റൻഷൻ ഒരു ഇതിൽ നിന്ന് പെട്ടെന്ന് വേറെ ഒന്നിലേക്ക് ഡിസ്ട്രാക്ഷൻ വരികയാണ്. അപ്പം ഇങ്ങനെ ഇത് ജമ്പ് ചെയ്ത് കളിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് പണ്ടേ ഉള്ള ഒരു രോഗമാണ് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡ് എന്ന് പറയാമല്ലോ. അതെ, ഈ രോഗം വന്നിട്ട് ഉള്ള രോഗം തന്നെയാണ്. പക്ഷെ ഇന്നിപ്പോൾ അത് വളരെ കോമൺ ആയിരിക്കുകയാണ്. കാരണം കുട്ടികൾ ഈ ഗാഡ്ജറ്റ്സിൽ അങ്ങനെ യൂസ്ഡ് ആയിട്ട് അവർക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് ആയിട്ടുള്ള നമ്മൾ എന്താ പറയാ, മറ്റേ റീൽസ് അല്ല, ആവശ്യമുള്ള ഇപ്പോൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനാക്കാൻ ടൈമില്ല, അപ്പോൾ തന്നെ അടുത്ത വീഡിയോ ഇങ്ങനെ അതല്ല, അത് ആക്ച്വലി ഇപ്പോൾ സോഷ്യൽ മീഡിയ പോലും അതിന് ഷോർട്സ് ആയിട്ടാണ് വരുന്നത്. പണ്ട് വലിയ മൂവീസ് ആയിട്ട് അല്ലെങ്കിൽ വലിയ 10-20 മിനിറ്റോ ഉള്ള ഓരോരോ പ്രോഗ്രാമുകളൊക്കെ
ഇപ്പൊ അത് ജനങ്ങൾക്ക് കാണാൻ സമയമില്ലാത്തതും അതിന് ആളുകൾക്ക് വേണ്ടി ഇപ്പൊ ഷോർട്സ് ആയിട്ടാണ് ഡിസൈൻ. ഈ ഷോർട്സ് ആക്ച്വലി ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരാൾ ഷോർട്സ് കുറേ കാണുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കുറേ ദൂരം സമയം കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ ഷോർട്സുകളാണ് ശരിക്കും സത്യം പറയുകയാണെങ്കിൽ കുട്ടികളെ ഈ അറ്റൻഷൻ ഡെഫിസിറ്റും ഈ ഒരു ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡാക്കി മാറ്റുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ശരിക്കും രക്ഷിതാക്കൾ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പണ്ടുള്ള കാലത്തൊക്കെ TV കാണുന്ന സമയത്ത് ഒരു ആഡ് കഴിഞ്ഞ് നമ്മളിങ്ങനെ ക്ഷമയോടെ കാത്തിക്കണം. ഇപ്പം അതിനൊന്നും ഇപ്പോൾ നെറ്റൊന്ന് ജസ്റ്റ് ഒന്ന് സ്ലോ ആകുമ്പോഴത്തേന് തന്നെ കുട്ടികളിങ്ങനെ അയ്യോ ഇത് പറ്റുന്നില്ല എന്നുള്ള രൂപത്തിൽ, അത്രയും സാറ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റേ നമ്മുടെ ഈ ചെറിയ കുട്ടികൾക്ക് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ വളരെ ഈസി ആയിട്ടാണ് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഈ ഗാഡ്ജറ്റ്സ്, സോഷ്യൽ മീഡിയ അതൊന്നും നമുക്കിനി ഒഴിവാക്കാൻ പറ്റില്ല. കുറച്ച് കാലം മുമ്പ് കുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കില്ല, അതല്ലെങ്കിൽ അവർക്ക് TV ഓൺ ചെയ്ത് കൊടുക്കില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ രക്ഷിതാക്കളൊക്കെ നമ്മളോട്. പക്ഷേ ഇനി ആ കാലം കഴിഞ്ഞു. നമുക്ക് വി കനോട്ട് അവോയ്ഡ് ദിസ് ഈസ് എ റിയാലിറ്റി. വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്, വി ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ സ്മാർട്ടായിട്ട് ജീവിക്കണം എന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാതെ കുട്ടികൾക്ക് മൊബൈൽ കാണാൻ പാടില്ല, TV കാണാൻ പാടില്ല, ഗാഡ്ജറ്റ്സ് കാണാൻ പാടില്ല എന്നുള്ള കാലം കഴിഞ്ഞു. ഇനി ഒരു പാരൻസിനും അങ്ങനെ ഇവരെ ഇതൊന്നും കാണിക്കാതെ വളർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്കുള്ള മാർഗം എന്താണ്? നമ്മൾ അതിനെ കുറച്ചും കൂടി സ്മാർട്ടായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ള. അതിനെനിക്ക് ഏറ്റവും നമ്പർ 1 സജഷൻ എനിക്ക് എന്താ പറയാനുള്ളത് അറിയാം? ചെറിയ കുട്ടികളാണെങ്കിൽ, പ്രീ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വന്നിട്ട് ചെറിയ ഗാഡ്ജറ്റ്സ് കൊടുക്കരുത്. എന്ന് വെച്ചാൽ ഫോൺ കൊടുക്കുന്നതിന് ബദൽ അവർ TV കാണിക്കാം. ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്വിക്കായിട്ട് ജമ്പ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് റീൽ ഇങ്ങനെ അവർക്ക് മാറ്റി മാറ്റി കളിക്കാൻ പറ്റും. അതൊരുപാട് ഒരു ബ്രെയിന് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നേരെ മറിച്ച് അതേ സമയത്ത് കുട്ടിക്ക് നിങ്ങൾ നല്ലൊരു കാർട്ടൂൺ, ഈ വലിയ ഗാഡ്ജറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഗുണം എന്താണെന്ന് അറിയാം? ഉമ്മമാർ അവിടെ എന്തെങ്കിലും വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ കുട്ടി എന്താണ് കേൾക്കുന്നത്, കാണുന്നത് എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ വി നീഡ് നോട്ട് സിറ്റ് വിത്ത് കുട്ടീൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ കാണണം നിർബന്ധമില്ല. ഉമ്മക്ക് ഉമ്മൻ്റെ ജോലി ചെയ്യുക, അതേ സമയത്ത് കുട്ടീൻ്റെ ആ സൗണ്ട് നമ്മുടെ ആ TV യിൽ എന്താണോ കേൾക്കുന്നത് അതും ഇൻഡയറക്റ്റ് ആയിട്ട് കേൾക്കുന്നത് കൊണ്ട് നമുക്ക് അതിനൊരു ഫോളോ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മളൊരു മൊബൈൽ കയ്യിൽ കൊടുത്ത് കുട്ടീനെ അടക്കിയിരുത്താൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടി എന്താണ് തോന്നുന്നതെന്നും അതെന്താണ് കാണുന്നതെന്നും അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നും നമുക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ പോയിന്റ് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എന്തായാലും ഇത് വിട്ട് ഇനി ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അതിന് നമ്മളൊരു പോസിറ്റീവായിട്ട് ഈ രീതിയിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാരൻസ് വളരെ നല്ല രീതിയിൽ കുട്ടിയുടെ കൂടെ വളർച്ച നോക്കിയിട്ട് കുട്ടിക്ക് ഓരോരോ പ്രായത്തിൽ എന്ത് കാണണമെന്ന്, ഒരു ഉദാഹരണത്തിന് ഇപ്പം നല്ല നല്ല കാർട്ടൂണുകൾ ഇപ്പോഴും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഇന്നിപ്പോൾ കുട്ടികളൊക്കെ നിങ്ങൾ വേറെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ കുട്ടികൾക്ക് ലാംഗ്വേജ് വളരെ മോശമായിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അതല്ലെങ്കിൽ ഒരു ഹിന്ദി ലാംഗ്വേജ്. ഇന്നിപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക കുട്ടികൾക്കും അത്യാവശ്യം നന്നായിട്ട് ചെറിയ കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അത് വില്ലേജ് എന്നോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചെന്നോ എന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ലാംഗ്വേജിൻ്റെ സ്കില്ല് ബെറ്റർ ആയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഈ ഗാഡ്ജറ്റിൽ കൂടി വരുന്നതാണ്. എന്തിനു പറയുന്നു, ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് ഒരു സ്ലാങ് പോലും, ഒരു അമേരിക്കൻ സ്ലാങ് ആയിക്കോട്ടെ, യൂറോപ്യൻ സ്ലാങ് ആയിക്കോട്ടെ, ഇതൊക്കെ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ അവർ ഈ TV യിൽ കൂടിയും ഇതിൽ കൂടി കാണുന്നതുകൊണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പോസിറ്റീവ് വശം പറഞ്ഞെന്ന് മാത്രം. അത് തീർച്ചയായിട്ടും ഇവരെ വന്നിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കഴിയുന്നത്ര എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പാരൻസ് എന്ന നിലയിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളൂ എന്നാണ് എനിക്ക് അഭിപ്രായം. സാർ, ഈ ഒരു പ്രൊഫഷണൽ കരിയറിൽ അല്ലെങ്കിൽ ഒരു സാമൂഹിക ഇടപെടുന്ന ആളെന്ന നിലയിൽ സാറിന് എപ്പോഴെങ്കിലും ഈ ഒരു അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ അറ്റൻഷൻ അങ്ങനെ ഒരു അനുഭവം? തീർച്ചയായിട്ടും. നമ്മൾ ഒരുപാട് കേസുകൾ കേൾക്കുന്നതാണ്, കാണുന്നതാണ്. ഇവരെന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളൊരു പ്രോബ്ലം, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ മുഴുകി നിൽക്കുന്ന കുട്ടികൾ അവർക്ക് അവരുടെ സറൗണ്ടിങ്സുമായിട്ടും യാതൊരു ബന്ധമില്ലാതായി പോകും. അവർ ഭയങ്കര ഇൻട്രോവേർട്സ് ആകുന്നത്. ഇന്നിപ്പം ഒരുപാട് കുട്ടികൾ നിങ്ങൾ കാണാം, അവർ ഇൻട്രോവേർട്ട്. അവർക്ക് വേറൊരാളോട് സംസാരിക്കേണ്ട, അവർക്ക് തൊട്ട് ചുറ്റുമുള്ള ആളുകളുമായിട്ട് ഇടപഴകണ്ട, അവരുടേത് മൊത്തം അവർക്ക് ഫ്രണ്ട്സ് ആണെങ്കിൽ അതൊക്കെ വെർച്വലായി മാറിയിപ്പോൾ അവരുടെ ലോകം തന്നെ ഒരു വെർച്വൽ ലോകമായി മാറി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊന്നുണ്ട്. അതെ, ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള കാര്യമാണ്, ഇപ്പം പലപ്പോഴും മാതാപിതാക്കൾ മക്കളിൽ അഡിക്ഷൻ കണ്ടുവരുന്നത് വളരെ നേരം വൈകിട്ടാണ്. അപ്പം ആ ഒരു
മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സട്ടിലായിട്ടുള്ളൊരു വാർണിങ്സ് എന്തൊക്കെയായിരിക്കും? അതായത് കുട്ടിക്ക് അഡിക്ഷൻ ഉണ്ടെന്ന്. ഇത് ആക്ച്വലി വേറൊരു രീതിയിലെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു പ്രാക്ടിക്കലി എൻ്റെ കുടുംബത്തിൽ ചെയ്ത സംഗതി, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളെ കാണിക്കില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പറ്റില്ല. അപ്പം നമ്മൾ കാണിക്കുന്ന അവർക്ക് ടൈം അലോട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഈ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് TV ടൈം ഒരു 1 hour ഉണ്ട്, അതല്ലെങ്കിൽ ഇന്ന ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇത് ചെയ്യാം, അതല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് ടൈം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക്, അപ്പോൾ എന്താ, കുട്ടീനെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കുട്ടീനെ പഠിക്കുന്നതിന് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും, അതേപോലെ തന്നെ ഇത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കൺട്രോൾഡായി, മനസ്സിലായില്ലേ? അതൊന്ന്. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഈ കാണിക്കുന്ന സംഗതികൾ തന്നെ, ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുട്ടികൾക്ക് വളരെ താല്പര്യമുള്ള ഈ ഡ്രോയിങ്സ് എല്ലാം നെറ്റിലും ഇതിലും അവൈലബിൾ ആണല്ലോ. ഡ്രോയിങ് സ്കിൽസ്, അതേപോലെ മറ്റേ ക്രാഫ്റ്റ്സ്, നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ സ്കിൽസ്, ഇതൊക്കെയുള്ള എത്രയോ പ്രോഗ്രാംസ് ഉണ്ട്. ഇതൊക്കെ കുട്ടികളെ കാണിക്കുകയാണെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും ചെയ്യും. അതേ സമയത്ത് അവർക്ക് നമുക്ക് ഒരു ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ നെറ്റ് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തിന് നമുക്ക് അതൊരു പോസിറ്റീവായിട്ട് നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ഒരു സജഷനാണ് എനിക്ക് പാരൻസിന് പറയുന്നത്. പക്ഷെ അതെന്ന് വെച്ചാൽ പാരൻസ് കംപ്ലീറ്റ്ലി അവരെ മോണിറ്റർ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഇപ്പം നമ്മൾ പറയാറുണ്ട്, ബ്രെയിൻ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടും ആദ്യത്തെ 5 yearsലൊക്കെയാണല്ലോ നടക്കാറുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു കണ്ടൻറ് എക്സ്പോഷറും ഈ ഒരു ഇനപ്രോപ്രിയേറ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ കുട്ടികളെ പലപ്പോഴും ബാധിക്കാറുണ്ട്. അപ്പം ഇപ്പോൾ സാറ് പറഞ്ഞ സൊല്യൂഷൻസൊക്കെ ഒരുപാട് ഇതുണ്ടെങ്കിലും ഇപ്പം പലപ്പോഴും കുട്ടികൾ മാതാപിതാക്കൾ കൺസൾട്ടേഷനൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു അഡിക്ഷന് പോകാറില്ല. അവരുടെ വാശി ഇപ്പം പലപ്പോഴും അങ്ങനത്തെ ഒരു സിംറ്റമായിട്ടാണല്ലോ അവർ വരാറുള്ളത്. പലപ്പോഴും പെട്ടെന്ന് വാശി, മൊബൈൽ എടുത്ത് വലിച്ചാൽ അവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാവുക, പിന്നെ ഭയങ്കരമായിട്ട് അടിക്കുക. അതായത് മാതാപിതാക്കളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ടാണ് അവർ വരാറുള്ളത്. അപ്പം എപ്പോഴാണ് അവർ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് റെഡി ആവേണ്ടത്? അതായത് മാതാപിതാക്കൾ അതിന് വേണ്ടി ശരിക്കും ഒരു സൈക്യാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു പീഡിയാട്രിഷ്യനോ കാണിക്കണമെന്ന് നമ്മൾ പറയല്ലോ. അത് ഇത് ആക്ച്വലി കുട്ടികളെ ആ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികളെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ വയലൻ്റ് ആകുന്നു, കുട്ടികൾ ഇറിറ്റബിൾ ആകുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺട്രോൾഡ് ആയിട്ട് ഈ സംഗതി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് എനിക്ക് കാണുന്നത്. അതല്ലെങ്കിൽ നമ്മൾ വളരെ വൈകിക്കഴിഞ്ഞാൽ പിന്നെ വളരെ ഡിഫിക്കൽട്ടാണ് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ. അതൊരു കൺസൾട്ടേഷൻ കൊണ്ടോ ഒരു പെട്ടെന്നുള്ളൊരു ക്വിക്കായിട്ടുള്ള ഒരു റെമഡി ആയിട്ട് ഒരു മെഡിസിനൊന്നും അതിന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം സാറൊരു കാർഡിയോളജിസ്റ്റ് ആണല്ലോ. അപ്പം സാറ് പലപ്പോഴും ഈ ഒരു ഹാർട്ട് ഡിസീസൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ ഒരു ഏജ് ഗ്രൂപ്പ് ഷിഫ്റ്റ് ഉണ്ടോ? അതായത് ഒരു പ്രഷർ, ഹൈപ്പർ ടെൻഷനോ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ പറയാറ്, നമ്മളിപ്പോൾ ഒരു ഇന്ത്യയിൽ ഇൻസിഡൻസ് ഓഫ് ഹാർട്ട് ഡിസീസ് വിച്ച് ഈസ് ആക്ച്വലി 10 years യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ് കമ്പയർഡ് ടു ദ വെസ്റ്റേൺ പോപ്പുലേഷനുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ യൂറോപ്പിലോ അല്ലെങ്കിൽ US ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ആളുകളുടെ ഒരു ആവറേജ് ഏജ് ഒരു 50 ആയിരുന്നു അല്ലെങ്കിൽ 60 ആയിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അത് 35-45 ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വളരെ യങ്ങായിട്ടുള്ള പ്രായത്തിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഇതേപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്ന ഒരു പ്രവണത നമ്മുടെ ക്രൗഡിലുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ കാർഡിയോളജിസ്റ്റ് ആയിട്ട് പോലും ഞാൻ ഹാർട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ചികിത്സയെക്കുറിച്ചോ പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ പറയാറ്. അപ്പോൾ പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, അപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഇല്ലാതാവില്ല, ഹാർട്ട് അറ്റാക്ക് ഇല്ല? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. നമ്മൾ ഡെയിലി കാണുന്ന ഫേസ് ഇന്നും ഞാൻ കണ്ടു, ഒരു തോളിൽ ചെറിയ കുട്ടിയുമായിട്ട് ഭാര്യയുമായിട്ടാണ് ആ ഭർത്താവ് ഹാർട്ട് അറ്റാക്ക് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് ചികിത്സിക്കാൻ വരുന്നത്. അത് നമുക്കുണ്ടാവാൻ പാടില്ല. കാരണം മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ രോഗം ഉണ്ടാവും, മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും. ഇതൊക്കെ പ്രകൃതിയുടെ അല്ലെ പടച്ചവൻ്റെ തീരുമാനമാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രൊഡക്റ്റീവായ ഏജിൽ തോൾക്കുഞ്ഞുമായിട്ട് ഭാര്യ പുറത്തു നിന്ന് ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് ഉള്ളിൽ ചികിത്സിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. വളരെ യങ് ഏജിൽ പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ഇൻസിഡൻസും ഭയങ്കര കൂടി വരികയാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളെ നമ്മൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് നമ്മൾ ഒരു നല്ലൊരു അവബോധം ജനങ്ങൾക്ക് ഉണ്ടാവണമെന്നുള്ളതും ആ ഒരൊറ്റ മാർഗം മാത്രമേ നമുക്ക് ഇതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലേ. ഞാൻ ആക്ച്വലി പറയാറ്,
ഈ പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പറ്റില്ല, ഡിലേ ചെയ്യിക്കാനാണ് ഞാൻ പറയുക. അറ്റ്ലീസ്റ്റ് പ്രായാധിക്യമാവുമ്പോൾ ഒരുപാട് രോഗങ്ങൾ വരും. അപ്പോൾ ഈ രോഗത്തൊക്കെ നമ്മൾ 60-ൻ്റെയും 70-ൻ്റെയും ശേഷത്തേക്ക് തള്ളി നീക്കുക എന്നുള്ള ആ ഒരു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയുന്ന പോലെ അല്ലേ. ഒരു അസുഖം വന്നതിന് ശേഷം അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചതിന് ശേഷമുള്ള ആളുകളെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഒരു അസുഖം നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. മറ്റുള്ളൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം കുട്ടികൾ പലപ്പോഴും ഈ സ്റ്റാറ്റസുകളും റീൽസും മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ കാണുമ്പം അവർ പലപ്പോഴും ഒരു ഫീൽ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ടാകുന്നതാണ്. അതായത് തീർച്ചയായിട്ടും അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. അതെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു പ്രോബ്ലമാണ്. പക്ഷെ എങ്കിലും എല്ലാവർക്കും അത് അങ്ങനെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഓരോരുത്തരും റീലിൽ, ഇപ്പം നമ്മൾ പല ആളുകളും ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നതും ഈ റീലിൽ കാണുന്ന ലൈഫും റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. റീലിലുള്ള ലൈഫ് ഒരിക്കലും റിയൽ ലൈഫല്ല. ഇപ്പം ഈ ഭാര്യയും ഭർത്താവും ചിലപ്പം അടി കൂടിയിട്ട് പെട്ടെന്ന് ക്യാമറ ഓൺ ആകുന്ന സമയത്ത് രണ്ടുപേരും തോളിൽ കൈയിട്ട് ചിരിക്കുന്ന ഒരു പിക്ചറാണല്ലോ ഇപ്പോൾ സാധാരണ വരാറ് എല്ലായിടത്തും. അപ്പോൾ ഇത് കാണുന്ന മറ്റൊരു വിചാരിക്കും ഒരു വലിയൊരു ഹാപ്പി കപ്പിൾ. അതല്ലെങ്കിൽ ഇന്ന് ഒരാൾ ചിലപ്പം സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് അവിടെ നിന്നുള്ളൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ വിചാരിക്കും ഇവരൊക്കെ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയി, ഞാൻ പോയിട്ടില്ലല്ലോ. അതല്ലെങ്കിൽ വേറൊരാളൊരു നല്ലൊരു കാറിൻ്റെ മുമ്പിൽ പോസ് എടുത്തിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ അയ്യോ എനിക്കിങ്ങനെ കാറ് വാങ്ങാൻ പറ്റില്ല, ഈ ഒരു പ്രശ്നം. പക്ഷേ നമ്മൾ ഈ പോസ്റ്റ് ഇട്ട ഓരോരുത്തരെ പറ്റി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അവൻ ചിലപ്പം ടൂറ് പോയത് ലോൺ എടുത്ത് കടമെടുത്തായിരിക്കും ടൂറ് പോയിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ഈ കാറ് വാങ്ങിയത് 99% കടത്തിലായിരിക്കും, ലോൺ എടുത്തായിരിക്കും എടുത്തിട്ടുണ്ട്. ഇതൊന്നും മറ്റുള്ളവർ അറിയുന്നില്ല. അവൻ്റെ പ്രശ്നങ്ങൾ ആ ലോൺ എടുത്തത് കൊണ്ട് അവൻ പെടുന്ന പെടാപ്പാട് ഇതൊന്നും റീലിൽ വരില്ല, അതൊക്കെ റിയൽ ലൈഫിലുണ്ടാവും. ഇത് ഒരുപാട് ആളുകൾ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഇന്ന് പല കുട്ടികളും, ഇപ്പോൾ പല ആളുകളും പറയുന്നു ഇപ്പം അവരൊക്കെ പോയി അതുകൊണ്ട് എൻ്റെ മക്കളും പോകണമെന്ന് പറയുന്നുണ്ട്. ഇതൊരു വലിയൊരു സാമൂഹിക പ്രശ്നമാണ്. പക്ഷെ ഇതൊന്നും അവരുടെ റിയൽ ലൈഫ് അല്ല എന്ന് മനസ്സിലായാൽ പോലും എന്നാലും അവിടെയൊക്കെ പോയില്ലേ, എനിക്കവിടെ പോകാൻ പറ്റിയില്ലല്ലോ എന്ന ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു വിഷമം എല്ലാവരുടെയും മനസ്സിൽ വരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണത്. സാറ് പറഞ്ഞപ്പോൾ അതായത് വെർച്വൽ ഹാപ്പിനെസ്സും റിയൽ ഹാപ്പിനെസ്സും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ എന്ന നിലയ്ക്ക് സാറിന് എന്താണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ഹാപ്പിനെസ്സിലോട്ടേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിപ്പെടുക? ആക്ച്വലി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം അത് ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോ സംഗതികളുണ്ടാവും, അത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ ഒരു പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമുക്കതിൻ്റെ ഒരു പോവഴിയായിട്ട് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലും അതിൽ ലൈക്ക് കിട്ടുന്നതിൻ്റെ ഹാപ്പിനെസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു ട്രാൻസിയൻറ്റ് ഒരു ഇതാണ്. എന്ന് വെച്ചാൽ നമ്മൾ റിയൽ ലൈഫിൽ ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള ആ ഒരു ഹാപ്പിനെസ് വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളിപ്പം മെഡിസിൻ MBBS കയറി, അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ആയി. പിന്നെ അതല്ലെങ്കിൽ PG കിട്ടി എന്നുള്ളത്, അതല്ലെങ്കിൽ ലൈഫിൽ വേറെ എന്തെങ്കിലും സെറ്റിലായി, ഇങ്ങനെ ഓരോരോ ഹാപ്പിനെസ് ഉണ്ടല്ലോ. അതിലേക്കായിരിക്കണം കുട്ടികളെ നമ്മൾ എന്താ പറയുക ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇത്ര ലൈക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു വെർച്വൽ ലൈഫ്, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഇൻട്രാക്ഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു വെർച്വൽ വേൾഡിലായി. ഇപ്പോൾ ഇന്നിപ്പോൾ മനുഷ്യന്മാർ ആക്ച്വലി മുഖത്ത് ചിരി മറന്ന് എല്ലാവരും സ്മൈലി മറ്റേ ഇമോജി ആണ് ഇപ്പം ഇങ്ങനെ പറന്ന് കിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചിരി കുറഞ്ഞു, മനുഷ്യന്മാരുടെ മുഖത്ത് ചിരി കുറഞ്ഞു. പക്ഷെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇമോജീസ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന ഒരു കാലമായി മാറി എന്നുള്ളത് ഒരു പണ്ടൊക്കെ അല്ലെ വീട്ടിലൊക്കെ തമാശ പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം മാറി ഇപ്പം ഫുൾ റീൽസിലൊക്കെ കണ്ട് അത് കണ്ടിങ്ങനെ ചിരിക്കുക. അത് ചിരിക്കുന്നത് നമ്മൾ ചിരിച്ചിട്ട് പിന്നെ നമ്മുടെ ചിരി മറ്റേ ഇതാണ് എമോജി ആയിട്ടാണ് മറ്റുള്ളവർക്ക് അയക്കുന്നത്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ നല്ലൊരു പോയിന്റാണ്. അതായത് റിയൽ ലൈഫിലൊരു ചിരി മാറിയിട്ട് കേവലം ഒരു വെർച്വൽ ഇമോജി ആയിട്ട് മാറുകയാണ്. റിയൽ ലൈഫിൽ ചിരിയില്ല. ഇപ്പം ഇവരൊക്കെ ഇപ്പം എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് സ്കിൽസ് ഭയങ്കര മോശമായിരിക്കുന്നത്. അതിൻ്റെ വേറെ വലിയൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് പറയുക, സോഷ്യൽ ഇമ്പാക്റ്റ്. ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻസിഡൻസ് ഓഫ് സൂയിസൈഡ് യങ് ഏജിൽ ഭയങ്കരമായിട്ട് കൂടി, അതറിയുന്നു. ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഏകദേശം ചെറിയ കുട്ടികൾ തന്നെ ഒരുപാട് ഈ ഒരു സോഷ്യൽ മീഡിയ കാരണം തന്നെ ഒരുപാട് പേര് തീർച്ചയായിട്ടും ഒരുപാട് ഇൻസിഡൻസ് ഓഫ് സൂയിസൈഡ് ഈസ് ഓൺ ദി റൈസ്. അത് ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഒരു എമോഷണൽ എന്താ പറയുക ഇൻ്റലിജൻസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു എമോഷണൽ ഹെൽത്ത് ഭയങ്കര കുറഞ്ഞിരിക്കുക.
കാരണം ഈ വെർച്വൽ വേൾഡിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന, ഇപ്പം നിങ്ങളുടെ ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയെ ചീത്ത പറയാൻ പറ്റില്ല, ആ കുട്ടിക്കൊന്നും നഷ്ടപ്പെടാൻ പറ്റില്ല, ആ കുട്ടിക്ക് ആവശ്യമുള്ളതൊക്കെ ലഭിക്കണം. ഒരു നഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് റെസിഡൻസ് ഒരു നമ്മൾ ബാധിച്ചുകൊണ്ട് നമുക്കൊരു നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടി, അതല്ലെങ്കിൽ ഒരു ചീത്ത കേട്ടു എന്നൊക്കെ അനുഭവിച്ചിട്ട് അതിൽ നിന്നൊരു റെസിലിയൻസ്, അതിൽ നിന്നൊരു ശക്തി വരാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു കുട്ടിയെപ്പോൾ ചീത്ത പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതുപോലും ഒരു സൂയിസൈഡിനുള്ള കാരണമായി പോകുന്ന രീതി വരുന്നുണ്ട്. ഇന്ന് പണ്ട് ടീച്ചേഴ്സിന് സ്കൂളിൽ, ഇന്നിപ്പോൾ ടീച്ചേഴ്സ്, പണ്ടൊക്കെ ഞാൻ പറയുന്നു ടീച്ചിങ് പ്രൊഫഷൻ ഭയങ്കര നല്ലതാണ്, പക്ഷേ ഇന്ന് ടീച്ചേഴ്സൊക്കെ ഭയങ്കര പ്രഷറിലാണ് അവർ ജോലി ചെയ്യുന്നത്. കാരണം ഒരു കുട്ടിയെ നല്ല ശിക്ഷണം കൊണ്ടുവരണമെങ്കിൽ ഒന്നുകിൽ ചീത്ത പറയണം, അല്ലെങ്കിൽ അടിക്കണം. ഇങ്ങനെ അടിക്കുന്നത് ഇപ്പം കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു, പോട്ടെ. അറ്റ്ലീസ്റ്റ് ഒരു ചീത്ത പറയാനോ അവനെ കറക്റ്റ് ചെയ്യാനോ പറ്റില്ല, പേടിയാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ കുട്ടി ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യുമ്പോൾ ഈ ടീച്ചർ ഇങ്ങനെ ചീത്ത പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പോയി എന്നുള്ള എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ടീച്ചറുടെ ഭാവി കഴിഞ്ഞില്ലേ. സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം വീട്ടിലിപ്പം മാതാപിതാക്കളെ ചീത്ത പറയുമ്പോൾ ചില കുട്ടികൾ ഈ അടുത്തൊരു കേസ് കേട്ടിട്ടുണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തു. അതിപ്പോൾ വിദേശ രാജ്യത്തൊക്കെ ഉണ്ടല്ലോ, ചൈൽഡ് ലൈൻ, മറ്റേ ഹെൽപ്പ് ലൈൻ ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഒരു നെഗറ്റീവ്, പണ്ട് നമ്മൾ പറയുമല്ലോ, ഈ എന്താണ് പറയുക, മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, തീയിൽ തളിർത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് ഒരു ബ്രോട്ടപ്പിൽ ഒരു ടഫ്നെസ് ഇവരാരും ഫീൽ ചെയ്യുന്നില്ല. കുട്ടികൾ പ്രശ്നങ്ങൾ അവർ ഫീൽ ചെയ്യണം, അവർക്ക് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കണം, ചീത്ത അവർ കേൾക്കണം, റെസ്ട്രിക്ഷൻസ് അവർക്ക് വരണം, ലിമിറ്റേഷൻസ് വരണം, ഓരോരോ നിയമങ്ങൾ അങ്ങനത്തെ ഒരിത് വന്നു കഴിഞ്ഞെങ്കിൽ ഇവർക്ക് പ്രശ്നങ്ങൾ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരിത് വരുള്ളൂ. മറ്റത് ചെറുപ്പം മുതൽ വിചാരിച്ച പോലെ എല്ലാം നടന്നു, കണ്ട റീലുകളൊക്കെ കണ്ടു, ആരും റെസ്ട്രിക്റ്റ് ചെയ്യാനില്ല, അച്ഛനമ്മമാർ ശിക്ഷണം നൽകാൻ അവർക്കും പറ്റുന്നില്ല, ടീച്ചേഴ്സിനും പറ്റുന്നില്ല. ഇങ്ങനെ വളർന്നൊരു കുട്ടിക്ക് ചെറിയൊരു സെറ്റ് ബാക്ക് ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു എൻട്രൻസ് എക്സാമിൽ ഫെയിലായി കഴിഞ്ഞാൽ ഉടനെ സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി വരാണ്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ അതിന് വേറെ സംഗതി എന്ന് പറയും, നമുക്ക് ഈ നമ്മൾ ഇപ്പോൾ ഒരുപാട് ഫ്രീഡം വേണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, അതല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യരുത് എന്ന് വരുമ്പോഴെന്താണെന്നറിയോ, മറ്റുള്ളവരുടെ സപ്പോർട്ടും കുറയും. അതെ, ശരിയാണ്. ഇപ്പം നിങ്ങളിൽ എനിക്കൊരു അവകാശം ഉണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അതേ സമയത്ത് എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കഴിയും. ഇപ്പം നിങ്ങൾ അവരുടെ പേഴ്സണൽ ഇടപെടാൻ ഇന്റർവ്യൂ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ഒരു പുറകോട്ട് വരുമ്പോൾ, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സപ്പോർട്ട് ചെയ്യാനും ഞാൻ ഉണ്ടാവില്ല. ഡെഫിനറ്റ്ലി. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഈ വെർച്വൽ വേൾഡിൽ, അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ വേൾഡിൽ കഴിയുന്ന കുട്ടികൾക്ക് അവർക്കൊരു താങ്ങ് കൊടുക്കാൻ ആളുകളില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സാധാരണ സ്വാഭാവികമായിട്ടും ഒരാൾക്കൊരു വലിയ വിഷമം ഉണ്ടാകുമ്പോൾ, ഒരു സൂയിസൈഡ് ചെയ്യേണ്ട ലെവലിലുള്ള ഒരു വിഷമം ഉണ്ടാകുമ്പോൾ, സാധാരണ ഒന്നുകിൽ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ അടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം പറയും. ഇപ്പോൾ ഇന്നിപ്പം ആ ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ക്ലോസ്നെസ് ഒരു ഫ്രണ്ട്ഷിപ്പിലോ ഇതിലോ ഇല്ലാതായി പോകുന്നത് മൂലം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു ചെന്ന് താങ്ങുവാനുള്ള, അല്ലെങ്കിൽ ഷോൾഡർ ടു ക്രൈ എന്ന് പറയുമല്ലോ, കരയാനൊരു ചുമലില്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ് ആക്ച്വലി ഈ കുട്ടികളൊക്കെ ഒരുപാട് ഇന്നത്തെ കാലത്ത് ഈ സൂയിസൈഡിലേക്കൊക്കെ എത്തിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, മറ്റൊരു കാര്യമാണ്, ഇപ്പം പലപ്പോഴും നമ്മളെ റീലുകൾ അൽഗോരിതംസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ എന്ത് നമ്മൾ കാണണം എന്ന് പറയുന്നത് അൽഗോരിതമാണ്. അതുപോലെ തന്നെ ആ അൽഗോരിതം തന്നെയാണ് നമ്മൾ എന്ത് ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഇപ്പോൾ കുട്ടികൾക്കൊരു ഗൈഡ് ലൈനായിട്ട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും, എന്ത് നിങ്ങൾ കാണണം, എന്ത് നിങ്ങൾ കേൾക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾ പറഞ്ഞ ഈ കാര്യം ശരിയാണ്. നമ്മൾ ഈ അൽഗോറിതം ഒക്കെ ആക്ച്വലി നമ്മളുടെ ഹിസ്റ്ററി നമ്മളെക്കാൾ കൂടുതൽ ഇന്നിപ്പം ഗൂഗിളിനൊക്കെയാണ് അറിയാം. ഞാൻ ആരാണ്, ഇപ്പോൾ ഡോക്ടർ മുസ്തഫ ആരാണ്, മൂപ്പരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, മൂപ്പരെന്താണ് ചിന്തിക്കുന്നത്, മൂപ്പരെന്താണ്, അത് മുഴുവൻ നമ്മൾ ചിലപ്പോൾ ചിലതൊക്കെ മറന്നുപോകും. പക്ഷെ ഗൂഗിൾ ഇതൊന്നും മറക്കുന്നില്ല. അപ്പോൾ ഗൂഗിളിന് അറിയാം എന്നെ ഇതിൽ പിടിച്ചു കെട്ടാനുള്ള എല്ലാ മാർഗങ്ങളും ഗൂഗിളിനറിയാം. അപ്പം നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫീഡ് ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ ഒരു ട്രാക്കിൽ കൂടി ഈ കൊണ്ടുപോകുന്ന ഒരു അൽഗോരിതം തന്നെയാണ്. അപ്പം അത് നമ്മൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് വേണം ഇതിനിടപെടാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
സാർ മറ്റൊരു കാര്യമാണ്, ഇപ്പം ഏതൊരു കാര്യത്തിൻ്റെയും ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് നമുക്ക് പാരൻസിൽ നിന്നിട്ടാണ് കിട്ടുക. അപ്പം മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളത് സാർ? ഇത് ഭയങ്കര രസകര സംഭവം. കാരണം വെച്ചാൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സോഷ്യൽ മീഡിയ ഇപ്പം ഞാനൊക്കെ കുട്ടികളധികം ഹാൻഡിൽ ചെയ്യുന്നില്ല. ഈ സോഷ്യൽ മീഡിയ കൊണ്ട് അഡിക്ഷൻ ഉള്ള പ്രശ്നം ഈ പ്രായം ചെന്ന ആളുകളിൽ ഉള്ള വരുന്നത് എന്നോട് ഒരുപാട് ആൾക്കാരുടെ മക്കളും പേരമക്കളും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. സാറേ, ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം ഇപ്പം മൂപ്പര് പുറത്തേക്കൊന്നും പോകാറില്ല, എപ്പോഴും ഫോണിലാണ്. ഈ ഫോൺ അഡിക്ഷൻ ഇൻ എൽഡർലി പോപ്പുലേഷൻ ഈസ് ഓൾമോസ്റ്റ് ഈക്വലാണ്. ചെറുപ്പക്കാരിൽ കുട്ടികളിൽ ഫോൺ അഡിക്ഷൻ എങ്ങനെയുണ്ടോ ഒരുപക്ഷെ അതേ ഈക്വലായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ ഈ പ്രായം ചെന്നവരിൽ അഡിക്ഷൻ കാണുന്നുണ്ട്. ഒരു വലിയൊരു പോയിന്റാണ് അത്. കാരണം കുട്ടികളെ അല്ല എന്നുള്ളതിന് അല്ല, തീർച്ചയായിട്ടും ഈ കുട്ടികളെക്കാൾ കൂടുതൽ അഡിക്ഷൻ ഇന്ന് വലിയവരിലുള്ളത്. കാരണം ഇന്ന് നിങ്ങളുടെ ക്യാരക്ടറിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അതങ്ങനെ വരും, നിങ്ങൾ വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതാണ് വരും, അതല്ലെങ്കിൽ നിങ്ങൾ ദീനീ പഠനം നടത്തുന്ന ആളുകളാണെങ്കിൽ ചിലപ്പം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കുട്ടികളിൽ മാത്രമല്ല എല്ലാവരിലുണ്ട്. അപ്പോൾ ഒരു വീട്ടിലിരുന്ന് ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ വല്യുപ്പയും വല്യമ്മയും ഒക്കെ ഇങ്ങനെ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിനോട് നിങ്ങൾ മൊബൈൽ തുടരരുത്, കാണരുത് എന്ന് പറയാൻ ഇന്ന് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു രീതിയിൽ അത് പാരൻസ് ആസ് എ റോൾ മോഡലായിട്ട് അവരും അതൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ചിൽഡ്രൻ റെസ്ട്രിക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ ഒരു പോസിറ്റീവായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അതിനെക്കുറിച്ചുള്ള സജഷൻ. ഇപ്പം പലപ്പോഴും പറയാറില്ല, ഇഫ് യു റെസ്ട്രിക്ട് മോർ ഇറ്റ് വിൽ പെർസിസ്റ്റ് മോർ എന്നാണ്. ഇത് നമ്മൾ അപ്പം കുട്ടികളെ നിയന്ത്രണം കൂടുതലാക്കുന്നിടത്തും അവർ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നോക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് വേണ്ട രീതിയിൽ കുട്ടികൾക്ക് ബേസിക്കലി ഈ ഏതെങ്കിലും ഗാഡ്ജറ്റിലോ അല്ലെങ്കിൽ ടി വിയിലോ ഇരിക്കേണ്ടി വരും. അതിന് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അവർ ഇരുത്തുക എന്നുള്ളതാണ് ഇതിനൊരു മാർഗം. അതല്ലെങ്കിൽ റാൻഡമായിട്ട് അവരെ വിട്ടു കഴിഞ്ഞാൽ അവർ എവിടെയോ എത്തും. ഇതിന്റെ മുമ്പ് കുറച്ചു കാലം മുമ്പ് ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇന്റർനെറ്റിൽ എന്തൊരു സൂയിസൈഡിലേക്ക് എത്തിക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു, കുട്ടികളെ ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള. ഇങ്ങനത്തെ പല 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 ട്രാപ്പുകളും ഇന്ന് ഇന്റർനെറ്റിൽ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, കുട്ടികളെ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കുവാൻ പറ്റിയ രീതിയിലുള്ള അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല പല പരിപാടികളും ഇന്ന് ഇന്റർനെറ്റ്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ ഒരു കോളേജിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു പല തട്ടിപ്പുണ്ടല്ലോ, അതിലൊരു തട്ടിപ്പാണല്ലോ ഈ പൈസ. കുട്ടികൾ നമ്മൾ സ്റ്റുഡൻസ് ആണല്ലോ. അപ്പോൾ എൻ്റെ കോളേജിൽ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു കമ്പനിയിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവൻ പറഞ്ഞു ഒരു 500 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 വീക്ക് കൊണ്ട് അത് 1500 ആയി കിട്ടും. അപ്പം അവനങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം അവൻ പറഞ്ഞു ഫസ്റ്റത്തെ ദിവസം അവനക്ക് 50 റുപ്പീസ് കിട്ടി. അപ്പം അവൻ പറഞ്ഞു എടാ ഇത് സത്യമാടാ, എനിക്ക് 50 റുപ്പീ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു പൈസ കിട്ടുന്നുണ്ട്, നല്ല സ്കീം വന്നിട്ടുണ്ട്, 1500 ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് 4 ദിവസം കൊണ്ട് ബാക്കി 4500 കിട്ടുമെന്ന് പറഞ്ഞു. 10 ആളുകൾ ഏകദേശം ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ്റെ അക്കൗണ്ടിൽ പൈസ വരുന്നില്ല. പിന്നാണ് മനസ്സിലായത് തട്ടിപ്പാണ്. ആദ്യത്തെ പൈസ വന്നാൽ അവൻ 500 ഇട്ടതിൻ്റെ ഒരു 50 റുപ്പീസാണ് വന്നത്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ടാണ് അവൻ ഇതൊക്കെ കണ്ടത്. അതാണ് സാറ് പറയാനുള്ളത്. ഇപ്പം പലപ്പോഴും ചെറിയ കുട്ടികളിൽ പോലും, വളരെ ചെറിയ കുട്ടികളിൽ പോലും ഭയങ്കരമായിട്ടുള്ള അഡിക്ഷൻസ് നമ്മൾ കണ്ടുവരാറുണ്ട്. മാതാപിതാക്കൾ ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പം പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര വാശി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ മുതിർന്ന കുട്ടികളിൽ അഡിക്ഷൻ വരുന്നതിനേക്കാളും ഡേഞ്ചറസ് ആണ് വളരെ ചെറുതെന്ന് വെച്ചാൽ ഇൻഫൻസെൻറ്റ് ഒരു പ്രീ സ്കൂൾ കുട്ടികളിൽ ഇത് അഡിക്ഷൻ വരുന്നത്. കാരണം നമ്മുടെ ബ്രെയിൻ അതിൻ്റെ ഡെവലപ്മെൻറ്റ് മാക്സിമം നടക്കുന്ന ആദ്യത്തെ ഒരു 4-5 വർഷമാണ്. ആ സമയത്താണ് ഈ കുട്ടി ഈ സ്ക്രീൻ അഡിക്ഷൻ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷനിലേക്ക് പോയി പോകുന്നത്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതിലിപ്പോൾ ഏറ്റവും വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഇപ്പം ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസീസ് എന്ന് പറയുമല്ലോ, ADHD എന്ന് പറയുന്ന. ഇത് ഭയങ്കര കോമൺ ആയിട്ടുണ്ട്. കാരണം ഈ കുട്ടികൾക്ക് ഒന്നിലും ഒരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല, അവർ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോവും. അപ്പം ഇത്തരം സംഭവങ്ങളൊക്കെ വളരെ കോമൺ ആണ്. ഇപ്പം നമ്മൾ ഈ ഒരു പ്രീ സ്കൂൾ വളരെ ചെറിയ കുട്ടികൾ, ഇപ്പം സാധാരണ മാതാപിതാക്കൾ കുട്ടികൾ കരയുകയാണെങ്കിൽ അവരെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി കൊടുക്കുന്നത് ഫോണാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ്. അതെ, ഈസി എളുപ്പത്തിൽ. പിന്നെ അതേപോലെ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കൊടുക്കുന്നത്. ആക്ച്വലി അത് തന്നെ റോങ് ആണെന്നാണ് പറയുക. ഇപ്പം നമ്മൾ വലിയ മുതിർന്നവർ പോലും TV കണ്ടുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കരുതെന്ന് പറയാം. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമുക്ക് അറിയാതെ ഓവർ ഈറ്റിംഗ് പോലും അവിടെ സംഭവിക്കും. ഇപ്പം ചൈൽഡ്ഹുഡ് ഒബീസിറ്റി അറിയാമല്ലോ,
ഇപ്പോൾ കുട്ടികളിൽ ഒബീസിറ്റി വളരെ കോമൺ ആണ്. ഈ ചൈൽഡ്ഹുഡ് ഒബീസിറ്റി ഈസ് എ റീസൺ ഫോർ ഫ്യൂച്ചറിലുള്ള കാർഡിയോവാസ്കുലർ ഡിസീസും ഡയബറ്റീസും ഇതൊക്കെ വരുന്നതിന് അത് റിസ്ക് ഫാക്ടറും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ കുട്ടി 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് ആ സമയത്ത് ഗാഡ്ജറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയാൽ ഇന്നത്തെ കാലത്ത് പാരൻസ് ഈ കുട്ടികൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമായിരിക്കും എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പം സൊല്യൂഷനായിട്ട് സാർ അല്ല, അതിന് സൊല്യൂഷനായിട്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ നമ്മൾ അവർക്ക് ടോയ്സ് കൊടുത്തോളൂ, അവർക്ക് കളിക്കാനുള്ള കുട്ടികളെ ആ ഒരു ഏജിൽ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് ഒരു 5 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികളെ പാരൻസ് എങ്ങനെയാണോ അവരെ ഡയറക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും കുട്ടികൾ. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാരൻസിൻ്റെ കൺട്രോളിൽ നിന്ന് പോയി ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ലോകത്തേക്ക് അവരെ നമ്മൾ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോൾ കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് പാരൻസിൻ്റെ കൺട്രോളിലുള്ള ഈ സമയത്ത് പാരൻസ് വളരെ തോട്ട്ഫുള്ളായിട്ട് ഡിസൈഡ് ചെയ്യണം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. കുട്ടികളെ അറിയാത്ത രൂപത്തിൽ, അതെ, അറിയാത്ത രൂപത്തിൽ. അപ്പോൾ കുട്ടികൾക്ക് ആ സമയത്ത് കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാതിരിക്കുക എന്ന് പറയുന്നത് നടക്കില്ല. അപ്പോൾ ആ സമയത്ത് കുട്ടികളെ കളിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക. ഇപ്പോൾ പല ഒരു കുട്ടികളുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് പറ്റിയ പല കളികളുണ്ടല്ലോ, അത്തരം കളികൾക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ കുട്ടികളെ മറ്റു കൂട്ടുകാരുമായി കളിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യുക. ഇപ്പോൾ നെയ്ബർഹുഡിൽ ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ്സിൽ വരുന്ന മറ്റു കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുക, അവർ കോമൺ ആയിട്ട് കളിക്കുക. ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ എൻഗേജ് ചെയ്ത് അവരവിടുത്തെ ഒരുപാട് ഒരു ഫ്യൂച്ചറിലേക്കുള്ള മെൻ്റൽ ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഗുണങ്ങളും ഈ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ, പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ മിടുക്കന്മാരായി ഈ കുട്ടികൾ ഭാവിയിൽ വരും. നേരെ മറിച്ച് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ഭയാനകരമായ ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വളരെ ന്യൂക്ലിയർ ഫാമിലിയായി ഒരേ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി ഇവരെ വന്നിട്ട് ഗാഡ്ജറ്റ്സിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ വളർത്തി ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും മര്യാദയ്ക്ക് നടക്കാതെ അറ്റൻഷൻ ഡെഫിസിറ്റുള്ള ഒരു പ്രോബ്ലത്തെയും ഭാവിയിൽ വന്നിട്ട് അതിജീവിക്കാൻ കരുത്തില്ലാത്ത ഒരു ജനറേഷനായിട്ട് കുട്ടികൾ വരുന്നത് തീർച്ചയായിട്ടും വലിയൊരു ഭീതിജനകമായ ഒരു സാമൂഹ്യ സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. സാറ് അത് പറഞ്ഞപ്പോഴാണ് മറ്റേ ഈ ഒരു സോഷ്യൽ മീഡിയ ഒബിസിറ്റി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പലപ്പോഴും ഈ ബോഡിയിലുള്ള ബയോളജിക്കൽ ഹോർമോൺസ് പലപ്പോഴും ഈ ഒരു കാര്യം കൊണ്ട് എഫക്റ്റഡ് ആയി. കോർട്ടിസോള്, അതെ, ഇതെന്ന് വെച്ചാൽ ഈ കോർട്ടിസോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതൊരു സ്ട്രെസ് ഉണ്ടാക്കുന്ന സാധനം. ഇപ്പൊ രണ്ടുണ്ട്. ഇപ്പം നമുക്ക് ഡോപ്പമിൻ, ഇപ്പോൾ നമ്മൾ വളരെ കേൾക്കുന്ന ഒന്നാണ് ഡോപ്പമിൻ. ഈ ഡോപ്പമിൻ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ റീൽസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ കാണുമ്പോൾ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നതിൽപ്പെട്ട ഒന്നാണ് ഈ ഡോപ്പമിൻ. അപ്പൊ നമുക്ക് ഈ ഹാപ്പിനെസ് വരുമ്പോഴാണ് നമ്മൾ അതിന് അഡിക്റ്റ് ആയി പോകുന്നത്. അപ്പൊ ഇത് പക്ഷെ അതൊരു ട്രാൻസിയന്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഈ ഡോപ്പമിൻ അങ്ങനെ ഉണ്ടാക്കുന്ന അതൊരു വശത്ത്, മറ്റൊരു വശത്ത് ഈ പറഞ്ഞ പോലെ സ്ട്രെസ്, ഇന്നിപ്പം ഇന്റർനെറ്റ് ഉപയോഗത്തിൽ ഒരുപാട് സ്ട്രെസ്, ഇപ്പൊ ഇന്ന് സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സൊക്കെ ഇപ്പം പണ്ടൊക്കെ നേരിട്ട് ഫിസിക്കൽ ബുള്ളിങ് ചെയ്യുന്നതിന് ബദലായിട്ട് ഇപ്പൊ സൈബർ ബുള്ളിങ് ആയി. ഇപ്പം അവന്റെ ഫോട്ടോ എടുത്ത് അതൊരു കോമാളി രൂപത്തിലാക്കി അവന് അയച്ചു കൊടുത്ത് മറ്റുള്ള സ്ഥലത്ത് പോസ്റ്റ് ചെയ്ത്, അപ്പോൾ അതാ കാണുമ്പോൾ അവനുണ്ടാകുന്ന പ്രശ്നം. അപ്പൊ അങ്ങനെ അതൊക്കെ സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഫൈറ്റ്. അപ്പൊ അത് സ്ട്രെസ് ഹോർമോൺസ് ആയ കോർട്ടിസോൾസിന്റെ ലെവൽസ് ഭയങ്കരമായിട്ട് കൂട്ടും. അപ്പൊ അതിന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബാഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ബ്ലഡ് പ്രഷർ ഉണ്ടാവും, ഷുഗർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്, ഹാർട്ട് ഡിസീസിന് സാധ്യതയുണ്ട്, പിന്നെ ഡയബറ്റീസ് വരുന്നതിന് സാധ്യത. ഇതൊക്കെ ഇത്തരം സ്ട്രെസ് ഹോർമോൺസ് വരുത്തുന്ന വലിയൊരു വിനയായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. ഈ ഡോപ്പമീൻ റിലീസ് ചെയ്യുന്ന സാറ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, അതായത് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ശരിക്കും നമുക്ക് ഡോപ്പമീൻ റിലീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പം ഈ ഒരു കണ്ടന്റ് ഓവർ യൂസേജ് കാരണം അടുത്ത റീൽ എന്ത് വരും എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഡോപ്പമീൻ ഇങ്ങനെ ഭയങ്കര സെർച്ച് ചെയ്തുകൊണ്ട് ഭയങ്കര ഹൈ ലെവലായിട്ട് കൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ സന്തോഷങ്ങൾ പോലും അവർക്കൊരു എഫക്റ്റ് ഇല്ലാത്ത രൂപത്തിലാണ് പലപ്പോഴും കാണാറുള്ളത്. അപ്പം അവരുടെ സക്സസ്സിനെ പോലും ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ സാറ് അതെങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക? അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സങ്കടവും ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു മിക്സ്ഡ് ആണല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ തരുന്നത് എപ്പോഴും നമ്മളെങ്ങനെ സന്തോഷത്തിൽ ഇരുത്തുക എന്നുള്ള ഒരു ഇതോട് കൂടിയിട്ടാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൽഗോറിതം നമ്മൾ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. നമ്മൾക്ക് എന്താണോ സന്തോഷമുള്ളത് അതിന് മാത്രമാണ് സോഷ്യൽ മീഡിയ നമുക്ക് തരുന്നത്. നമുക്ക് സങ്കടമുള്ളതിന് അത് തരുന്നില്ല. പക്ഷെ യഥാർത്ഥ റിയൽ ലൈഫിൽ എന്താണുള്ളത്? നമുക്ക് സന്തോഷവും സങ്കടവും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. നമ്മൾ പണ്ട് ആരോ പറഞ്ഞ പോലെ ഈവൻ ഇ സി ജിയിൽ പോലും വേവ്സ് അപ്സ് ആൻഡ് ഡൗൺസ് ആണല്ലോ. അത് ഫ്ലാറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആളെന്നെ ഇല്ല എന്നർത്ഥം, മരിച്ചുപോയി എന്നർത്ഥം. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ശരീരമായിക്കോട്ടെ നമ്മുടെ മനസ്സായിക്കോട്ടെ സന്തോഷത്തെയും
സങ്കടത്തെയും പ്രശ്നങ്ങളെയും ഒക്കെ ഫേസ് ചെയ്ത് അതിജീവിക്കണം. അപ്പോഴാണ് റിയൽ ലൈഫ്. പക്ഷേ ഇന്നത്തെ സോഷ്യൽ മീഡിയ കുട്ടികൾ അങ്ങനെയല്ല. അവരെപ്പോഴും ഈ ഡോപ്പമിൻ ഇങ്ങനെ പൊക്കി 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 കൊണ്ടുപോയിട്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് അല്പം പോലും ഈ ഡോപ്പമിൻ ഇല്ലാത്ത അവസ്ഥ പോലും അവർക്കൊരു പ്രശ്നമാവാണ്. അതല്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സങ്കടം വരുന്ന ഒരവസ്ഥ അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. മറ്റൊരു കാര്യമാണ്, ഇപ്പം 1900s 19th സെഞ്ചുറി 20th സെഞ്ചുറി ഒക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര ഇൻവെൻഷൻസാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഇൻവെൻഷൻസ് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മുടെ ഫിംഗർ ടിപ്സിലാണ് നമ്മുടെ ഇത്രയും നോളജ്, ഇത്രയും എന്താ പറയുക, ഒരു സോഴ്സ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് അത്തരത്തിലുള്ളൊരു ഭയങ്കര ഒരു ചേഞ്ച് ഒരു ഫൈൻഡിങ്സിലൊരു കാര്യത്തിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് ഒരു അതെ, തീർച്ചയായിട്ടും. അത് ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ അടുത്ത് പല ഇതിലും കേട്ടു, ഈ ജെൻസി കിഡ്സിൻ്റെ IQ കുറഞ്ഞു വരികയാണ്. പണ്ട് 1900 മുതൽ 1900 മുതൽ 2000 ആണ്ട് വരെ ആക്ച്വലി നമ്മുടെ IQവിൻ്റെ റേറ്റ് ഇങ്ങനെ കൂടി വരികയായിരുന്നു എന്നാണ് പറഞ്ഞത്. ആളുകൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അപ്പോൾ അങ്ങനെ ആയിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇപ്പോഴുള്ള തലമുറക്ക് അവരുടെ IQ കുറഞ്ഞു വരികയാണെന്ന് പറയുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് നമ്മുടെ കയ്യിൽ ഇത്രയധികം ഈ എന്താ പറയുക റിസോഴ്സുകളൊക്കെ നമുക്ക് ഉണ്ടായിട്ട് പോലും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ പറഞ്ഞ പോലെയാണ്, ഇവരൊക്കെ ഡോപ്പമിൻ അഡിക്റ്റായി മാറി. അറ്റൻഷൻ ഇല്ല, അറ്റൻഷൻ ഡെഫിസിറ്റ് വന്നു, ഹൈപ്പർ ആക്റ്റീവാണ്, ഒന്നിലും അവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നില്ല, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇൻസ്റ്റന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് അവർക്ക് വേണ്ടത്. പെട്ടെന്ന് സന്തോഷം വരണം. അതല്ലെങ്കിൽ നമ്മളൊരു കഷ്ടപ്പെട്ട് പഠിച്ച് മുന്നേറി അത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ജയിച്ച് വിജയം നേടിയിട്ടുള്ള ആ സാറ്റിസ്ഫാക്ഷൻ അല്ല അവർക്ക് വേണ്ടത്, അപ്പോഴേക്കുള്ള സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ പുതിയ തലമുറയെ ആക്ച്വലി പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കൊക്കെ എത്തുന്നതിന് വലിയൊരു തടസ്സമാകുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഡെഫിനറ്റ്ലി സാർ. മറ്റൊരു കാര്യമാണ്, ഇപ്പം പലപ്പോഴും കണ്ടുവരാറുള്ള സൈക്യാട്രിസ്റ്റിനൊക്കെ കാണിക്കുന്ന സ്ലീപ്പ് ഡെപ്രിവേഷൻ, അതായത് ഉറക്കമില്ലായ്മയൊക്കെ പലപ്പോഴും കണ്ടുവരാറുണ്ട്. അപ്പം ഈ ഒരു മെലാറ്റോണിൻ പോലത്തെ ഹോർമോൺസ് ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? ഇത് ആക്ച്വലി വേറൊരു കാര്യം പറയുന്നത്, ഈ നമ്മൾ ഈ സ്ക്രീന്, അതിൻ്റെ ഒരു ബ്ലൂ ലൈറ്റ് ആണല്ലോ സ്ക്രീൻ ലൈറ്റ് എന്ന് പറയുന്നത്. ഈ സ്ക്രീൻ ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കണ്ണിൽ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ മെലറ്റോണിൻ ഡിപ്ലീഷൻ വരുത്തുന്നതാണ് പറയുന്നത്. മെലറ്റോണിൻ ഈസ് സംതിങ് നമ്മുടെ ഉറക്കിന് ആവശ്യമുള്ള സാധനമാണ്, അതിനെ ഡിപ്ലീഷൻ വരുത്തും. അങ്ങനെ പിന്നെ ഉറക്കമില്ലാതെ ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് വേറെ, ഞാൻ എൻ്റെ മറ്റ് ഈ ജീവിതശൈലി ഇതിനെക്കുറിച്ച് പറയുന്നൊരു ഇമ്പോർട്ടൻസ് കാര്യമുണ്ട്. നമ്മൾ ഉറക്കം അതിൻ്റെ സമയത്ത് തന്നെ ഉറങ്ങണം എന്ന് പറയാറുണ്ട്. ഈ രാവിലെ ഉറങ്ങാൻ വേണ്ടിയിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ചുണ്ടാക്കിയത്, പകലിനെ ജോലി ചെയ്യാൻ വേണ്ടി. ഖുർആനിലൊരു ആയത്തുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ അതിനെ ഇവർ നേരെ മറിക്കുകയാണ്. അതേപോലെ ഞാൻ എപ്പോഴും പറയുന്ന വേറെ കാര്യമുണ്ട്, ഈ മനുഷ്യരല്ലാത്ത വേറെ ഈ ഭൂമുഖത്ത് ഒരു ജീവിയും ഈ രാത്രി ഇങ്ങനെ കിടന്ന് കളിക്കാറില്ല. അവരൊക്കെ രാത്രി വിശ്രമിക്കുക. കോടാനുകോടി ജീവികൾ ഈ കടലിലും ഭൂമിയിലും ആകാശത്തും കാട്ടിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ രാത്രി വിശ്രമിക്കും, ഉറങ്ങും. മനുഷ്യൻ മാത്രമാണ് ഈ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ പ്രകൃതിയുടെ ഈ ക്ലോക്കിൽ നിന്ന് റോങ് ആയിട്ട് പോകുന്നവര്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫിഫന്റെ കാലഘട്ടമാണല്ലോ, ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ഈ 3:30 പ്രത്യേകിച്ച് USA ടൈമിലൊക്കെയാണ് അവരുടെ ഒരു ടൈമിങ് വരുന്നത്. ആളുകളുടെ സർക്കേഡിൽ നിന്ന് തന്നെ തല്ലി വിളിക്കുന്ന ആകെ തെറ്റിപ്പോവും. ശരി, ഫിഫന്റെ അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം എന്ന് വിചാരിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടില് ആക്ച്വലി ഒരു ടൈമിംഗ് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. ആളുകൾക്ക് രാത്രി 11 മണിക്ക്, എനിക്കൊക്കെ ചിലപ്പോൾ ചില കോൾ വരും, ഗുഡ് ഈവനിങ് സാർ എന്നുണ്ട്. 11 മണിക്ക് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഫോൺ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്ത വല്ല എമർജൻസി ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ആളുകൾക്ക് 11 മണി 12 മണിയൊക്കെ ഗുഡ് ഈവനിങ് ആണ്, മനസ്സിലായില്ലേ? എന്നിട്ട് ആളുകളുടെ സ്റ്റൈൽ തന്നെ മാറി. 2 മണിക്ക് കിടക്കുക, 3 മണിക്ക് കിടക്കുക, എന്നിട്ട് 8 മണി 9 മണി വരെയൊക്കെ ചിലപ്പോൾ കിടക്കും. അത് വലിയൊരു അപകടമാണ് ഇത് ഉണ്ടാക്കുന്നത്. അതും കോർട്ടിസോളിനെ ലെവൽ റേസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സ്ക്രീൻ ടൈം കൂടുതലാകുന്ന കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും. നോട്ടിഫിക്കേഷൻസ് ഒക്കെ. പിന്നെ മറ്റൊരു പോയിന്റ്, നമുക്കിപ്പോൾ ഇപ്പോൾ ഇതിനെന്താണ് പ്രതിവിധി എന്നുള്ളതാണല്ലോ. പിന്നെ ഇപ്പോൾ എല്ലാവരും ഈ നോട്ടിഫിക്കേഷനിൽ ഉടനെ എപ്പോഴും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും, അത് തോണ്ടി നോക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഇതായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സജഷൻ എന്നുള്ള എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് പല നോട്ടിഫിക്കേഷൻസും സൈലൻറ്റിൽ വെക്കാം, അത്യാവശ്യമുള്ള മാത്രം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം SMS ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അല്ലെ നമ്മുടെ ഈ വാട്സാപ്പിലുള്ള നോട്ടിഫിക്കേഷൻ എവറി മിനിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരം കാര്യങ്ങൾ ഒരു സജഷനായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നോട്ടിഫിക്കേഷൻ എല്ലാം സൈലൻ്റ് ആക്കുക. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള അല്ലെങ്കിൽ അത്യാവശ്യമുള്ള നമ്പേഴ്സ് എന്നുള്ള മെസ്സേജ് മാത്രം
നമ്മൾ അലേർട്ടിൽ വെച്ച് ബാക്കി എല്ലാ നോട്ടിഫിക്കേഷൻസ് അതിലാണ്. മറ്റെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാത്രി ഫോൺ ഓഫ് ചെയ്യുന്നില്ല, കിടന്നുറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുമ്പോഴായിരിക്കും ഒരു നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് എടുത്ത് നോക്കും, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ചിന്തിക്കും, അല്ല അതിനൊരു റിപ്ലൈ ചെയ്യും. നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആയോ, ഇങ്ങനെ ആയിപ്പോയി, നമ്മുടെ ഋതം മൊത്തം താളം തെറ്റിപ്പോകും. സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പം എക്സാമിൻ്റെ ടൈമിലൊക്കെ ഞാൻ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണല്ലോ, അപ്പം ജസ്റ്റ് എന്തെങ്കിലും ഫോൺ എടുക്കുള്ളൂ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എടുക്കുള്ളൂ. പക്ഷെ അപ്പോഴത്തേനും ഇങ്ങനെ തെറ്റിപ്പോയി അപ്പുറത്ത് ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് പാടാണ്, അറിയില്ല ടൈം പോകുന്നത് പലപ്പോഴും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു, ഇപ്പോൾ വലിയവർക്കും ചെയ്യാവുന്ന മറ്റൊരു എന്ന് വെച്ചാൽ ഒരു ടൈമിങ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാവിലെ ഇപ്പം നമുക്കെല്ലാവർക്കും പറ്റുന്നത്, ഇപ്പം ഞാനൊക്കെ വളരെ കുറച്ച് സമയം ഇതിലേക്ക് ഇരിക്കാൻ സമയം കിട്ടാറുള്ളൂ, അതുകൊണ്ട് കുറച്ച് രക്ഷപ്പെട്ട് പോവുകയാണ്. പക്ഷെ നമുക്ക് സമയം അധികം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ അതിലങ്ങനെ അഡിക്റ്റായി പോകും. ഈ രാവിലെ നമ്മൾ എഴുന്നേറ്റ് നിസ്കരിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഇത് തുറക്കാതിരിക്കുക, മനസ്സിലായില്ലേ? അതിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ തുറക്കുക. അതല്ലെങ്കിൽ നമ്മുടെ സമയം മൊത്തം അങ്ങ് പോയി കിട്ടും. അതല്ലെങ്കിൽ ഇതിനൊരു പ്രത്യേക സമയം നിശ്ചയിക്കുക, അങ്ങനെയൊക്കെ ആക്കിയിട്ട് കുറച്ച് ഒരു റെസ്ട്രിക്റ്റ് ചെയ്ത് നമുക്കൊരു ലിമിറ്റ് അവൈലബിൾ ആണല്ലോ. അതെ, ഇപ്പം പല ആപ്പുകൾ അവൈലബിൾ ആണ് നമ്മുടെ ഇതിന് അലേർട്ട് ചെയ്യാൻ. നിങ്ങൾ ഇത്ര സമയം നോക്കിക്കഴിഞ്ഞു, നിങ്ങളുടെ സമയം കഴിഞ്ഞു എന്നൊക്കെ പറയാനുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ അതിനൊരു നല്ല കാര്യം. അനലൈസ് ചെയ്യാൻ ഒരു സെൽഫായിട്ട് നമുക്ക് നമ്മൾ എത്ര കണ്ടു, നമ്മൾ എത്ര ചെലവാക്കി, നമ്മൾ എത്ര സമയം ഇതിൽ വേസ്റ്റ് ചെയ്തു എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാനുള്ള ആപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം പലപ്പോഴും കുട്ടികളുടെ പോലും നമുക്ക് എനിക്കൊന്ന് പാരന്റ് ഗൈഡ് ലൈൻ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാന്നുള്ള രൂപത്തിലുള്ള ഒരു ആപ്പുകളൊക്കെ അവൈലബിൾ ആണ് തോന്നുന്നു. അപ്പം അതൊക്കെ ശരിക്കും പാരൻസിന് യൂസ് ചെയ്യാവുന്ന. അത് തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികളുടെ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ഏറ്റവും ചെറിയ പ്രായത്തിൽ ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള സമയത്ത് ഗാഡ്ജറ്റ് കഴിയുന്നത്ര കൊടുക്കാതിരിക്കുക. കാരണം അവരുടെ ബ്രെയിൻ ഏറ്റവും ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അവരുടെ ഈ മറ്റേ നമ്മുടെ ഫ്രോണ്ടൽ കോർട്ടക്സും ഇവിടെയൊക്കെയാണ് നമ്മുടെ ആ ഡെവലപ്മെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിയുന്നതും കൊടുക്കാതിരിക്കുക, നമ്പർ 1. ഇനി രണ്ടാമത്, നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൂപ്പർവിഷനിലുള്ളത് കൊടുക്കുക. അതിനൊരു പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് കണ്ട ചപ്പും ചവറും കാണുന്നതിന് ബദലായിട്ട് പ്രയോജനമുള്ള ക്രിയേറ്റിവിറ്റി ഉള്ള പല കാർട്ടൂണുകളൊക്കെ അവൈലബിൾ ആണ്. കുട്ടികൾക്കിപ്പം ചിത്രം വരയ്ക്കാൻ, അല്ലെങ്കിൽ എഴുതാൻ, അല്ലെങ്കിൽ കണക്ക്, അല്ലെങ്കിൽ മാത്സ്, അല്ലെങ്കിൽ ഈവൻ എന്തിനു പറയുന്നത് നമ്മളിപ്പോൾ ഖുർആൻ്റെ ഇതിനെപ്പറ്റി, അതിൻ്റെ ചരിത്രത്തിനെ പറ്റി, അതൊക്കെ ഇന്ന് പല പല ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലൊക്കെ അതൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കൊടുക്കുക. കളിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കുക, കളിക്കാനുള്ള ടോയ്സുകൾ വാങ്ങിച്ചു കൊടുക്കുക. റീഡിങ് പ്രൊമോട്ട് ചെയ്യുക. അതാ റീഡിങ് പ്രൊമോട്ട് ചെയ്യുക. റീഡിങ് പ്രൊമോട്ട് ചെയ്യുന്ന പല പല പ്രോഗ്രാംസ് ഉണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ട് കുട്ടികളെ ഈ ട്രാപ്പിൽ കുടുങ്ങാതെ നോക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, വലിയ ഗാഡ്ജറ്റ്സ് കുട്ടികളെ ഈ പ്രായത്തിൽ ചെറിയ സാധനം മൊബൈൽ കൊടുക്കാതെ TV ഇരുത്തുക. TV നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, ഈ വലിയ ദോഷത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ചെറിയ ദോഷത്തിലേക്ക് വരാം. കാരണം നിവൃത്തിയില്ല, ഇതൊന്നും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ്, അല്ലെങ്കിൽ ജീവിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അതിൽ നിന്ന് വലിയ ഗാഡ്ജറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാരൻസിൻ്റെ സൂപ്പർവിഷൻ കുറച്ചുകൂടി ബെറ്റർ ആവും. കുട്ടി എന്താണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ കുറച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളത്, ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ പല രാജ്യങ്ങളിലും ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇങ്ങനത്തെ ഇതിലൊക്കെ അക്കൗണ്ട് തുറക്കണമെങ്കിൽ ഒരു മിനിമം 16 years ആവണമെന്ന് പല രാജ്യങ്ങളും, ഓസ്ട്രേലിയ അത് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലണ്ടിൽ, ഇന്തോനേഷ്യ, പിന്നെ മലേഷ്യ, ഇങ്ങനത്തെ കുറേ രാജ്യങ്ങളിൽ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ വലിയ നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയൻ്റെ ഇത് വന്നിട്ട് അവരുടെ ആ ഒരു ഗ്രോത്ത് പീരീഡ് കഴിഞ്ഞതിന് ശേഷം അവർ വരികയാണെങ്കിൽ പിന്നെ അവർക്ക് അവരുടെ കുറച്ചൊക്കെ ഒരു കൺട്രോൾ ഉണ്ടാവും. അവർ എന്ത് കാണണം, എന്ത് നോക്കണം എന്നുള്ള ഒരു പ്രായത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ മുൻപത്തെ സമയത്ത് അത് സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഇമ്പാക്റ്റ്, ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ അതൊരു രാജ്യം തന്നെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനിലേക്ക് കൊണ്ടുവരികയാണ് വളരെ നല്ലത്. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പാരൻസ് കുട്ടികൾ 16 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങൂ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. ഡെഫിനറ്റ്ലി സാർ. അതുപോലെ തന്നെ ഈ 30 ഇയർ ആയിക്കഴിഞ്ഞാലാണ് ശരിക്കും പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഡെവലപ്മെൻറ്റ് ആവുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും അല്ലേ, നമ്മൾ ഈ ഒരു എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് പോലും ഡെഫിനറ്റ്ലി ഇതൊരു ബാൻ വേണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ
നമ്മുടെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ നമുക്കത് അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതിന് നമ്മളൊരു ഒരു സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും. മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സമയത്ത് ഈ ചെറിയ ഗാഡ്ജറ്റ്, ഞാൻ വലിയ ഗാഡ്ജറ്റിൻ്റെ വ്യത്യാസം പറഞ്ഞല്ലോ, ഈ ചെറിയ ഇപ്പം നമ്മളൊരു മൊബൈൽ ഫോൺ ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു പെർട്ടിക്കുലർ ആംഗിളിൽ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ കഴുത്തിന് അത് ഭയങ്കര സ്ട്രെയിനാണ്. ഇന്നത്തെ കാലത്ത് ഈ സർവൈക്കൽ സ്പോണ്ടിലോട്ടിസും ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് വരുന്നൊരു സാധ്യതയുണ്ട്. ഇത് കുട്ടികളിൽ, പണ്ട് ഈ നെക്കിന്റെ പ്രോബ്ലം പ്രായമുള്ള ആളുകളിൽ വരുന്ന രോഗമാണ്, അറിയില്ലേ? വയസ്സാവുമ്പോൾ നമ്മൾ സർവൈക്കൽ സ്പോണ്ടിലോസിസ് വന്നെന്ന് പറയുന്നത് വളരെ കോമൺ ആണ്, തേയ്മാനം കൊണ്ട് വരുന്നത്. പക്ഷെ ഇന്ന് ഈ മൊബൈലിൽ അല്ലെങ്കിൽ ഈ ടാബിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരേ പൊസിഷനിൽ നോക്കുന്നത് കാരണം കുട്ടികൾക്ക് കഴുത്തിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതൊന്ന്. ഇനി അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വലിയ ഗാഡ്ജറ്റ്. ഇപ്പം നമ്മൾ തന്നെ ഒരു കാര്യം നമ്മളൊരു ഫോണിൽ കാണുമ്പോൾ നമ്മൾ നോക്കുന്ന രീതിയും ഒരു ടി വിയിൽ കാണുമ്പോൾ നമ്മൾ നോക്കുന്ന രീതിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ടി വിയിലാവുമ്പോൾ നമ്മളൊന്ന് റിലാക്സ്ഡ് ആയിരിക്കും, നമ്മൾ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും, അതല്ലെങ്കിൽ ഒന്ന് ചെരിഞ്ഞ് ഇങ്ങനെ ഇരിക്കും, അതല്ലെങ്കിൽ ഒന്ന് ചെരിഞ്ഞ് ഇങ്ങോട്ടിരിക്കും, അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യും. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ അറിയാതെ മൂവ് ചെയ്യും. മൊബൈലിലാവുമ്പോൾ നമ്മളിങ്ങനെ ഒരൊറ്റ എന്താ പറയുക, ഒരു മൂവ്മെന്റ് ഇല്ലാതെ ഇളകാതെ തുറിച്ച് നോക്കിക്കൊണ്ട് നോക്കുന്ന ഫേസ്ബുക്കിന്റെ ഒരു എംബ്ലത്തിന് തന്നെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, മറ്റേ ആ ഒരു ബെൻഡ് ഇങ്ങനെ മനുഷ്യന്മാരുടെ തലയാണെന്നുള്ളത്. അതെ അതെ. അപ്പൊ അതും വലിയൊരു ഡേഞ്ചറാണ്. അങ്ങനത്തെ ഒരു ഗുണം കൂടി ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ കഴുത്തിനുള്ള പ്രശ്നം വരുന്നതിനൊക്കെ അവോയ്ഡ് ചെയ്യാനും ഇതൊക്കെ, പ്രത്യേകിച്ച് കുറേ നേരം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പാർശ്വഫലങ്ങൾ നമുക്ക് ഈ രീതിയിൽ കൂടിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ കുട്ടികളിൽ ഇത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന കാലത്ത് പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ചെറിയ പ്രായത്തിൽ ഒരു സ്കൂൾ പോകുന്നതിൻ്റെ മുൻപുള്ള പ്രായത്തിൽ കഴിയുന്നതും നിങ്ങൾ അവർക്ക് ഗാഡ്ജറ്റ്സ് കൊടുക്കാതിരിക്കുക, നമ്പർ 1. ഇനി അഥവാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ മോണിറ്റർ ചെയ്യുക, അതിൻ്റെ ടൈമിങ്ങും നിങ്ങൾ മോണിറ്റർ ചെയ്യുക. ഇനി മറ്റൊന്ന്, നിങ്ങൾക്ക് അത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ഗാഡ്ജറ്റ്, ഇപ്പോൾ ഫോണോ ടാബോ കൊടുക്കുന്നതിന് ബദലായിട്ട് ടി വിയിൽ ഇരുത്തിയിട്ട് അവരെ കാണിക്കുക പ്രോഗ്രാംസ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവരുടെ കണ്ടന്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും, അവരുടെ സമയം മോണിറ്റർ ചെയ്യാൻ പറ്റും, അവരെന്ത് കാണുന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും. ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. ഇതാണ് എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, രണ്ടാമത് വളരെ ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലത്താണ്, ഒരു 16 വയസ്സ് വരെ, ഇന്ന് പല രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്ത സംഗതിയാണ്, 16 വയസ്സ് വരെ ഇവർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കാൻ സമ്മതിക്കാതിരിക്കുക. അത് രാജ്യം തന്നെ ചെയ്യേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ തൽക്കാലം പാരൻസ് അത് ചെയ്യുക. ഈ കാര്യമാണ് എനിക്ക് പാരൻസിനോട് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പാരൻസ് ഫോൺ എടുക്കുന്നതും അവരും അല്ലേ, അതേപോലെ തന്നെ മറ്റൊന്ന്, പാരൻസും ഒരു ഡിസിപ്ലിൻ. കുട്ടികൾ പഠിക്കുന്നത് പാരൻസിനെ കണ്ടിട്ടാണ്. പാരൻസ് 24 മണിക്കൂറും ഈ ഗാഡ്ജറ്റിൽ ഇരുന്നു കൊണ്ട് മക്കളെ ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതൊരു ബാഡ് ടീച്ചിങ് ആണ്. അതുകൊണ്ട് പാരൻസും അതിനൊരു മാതൃക കാണിച്ചു കൊടുക്കുക. ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ടൈമിംഗ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ രീതിയിൽ അത് ഉപയോഗിച്ച് കൊണ്ടിട്ടുള്ള ഒരു മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടി പാരൻസ് ചെയ്യേണ്ട കാര്യമാണ്. കുട്ടികളോട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികളോട്, നിങ്ങൾ ഈ റിയൽ ലൈഫിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള സന്തോഷത്തിനേക്കാൾ ഉപരി റിയൽ ലൈഫിലുള്ള സന്തോഷത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. നന്നായി പഠിക്കുക, ജീവിതത്തിൽ ഓരോന്ന് നമുക്കൊരു ഡ്രീം ഉണ്ടായിരിക്കുക, എന്നിട്ട് അത് നേടാനും വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതാണ് ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ ഒരു പഠിത്തം മാത്രമാവാതെ എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല, മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് നമ്മളൊരു ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഫോക്കസ് ചെയ്ത് ലൈഫിനെ ഒരു റിയൽ ലൈഫിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് റിയൽ ലൈഫിനെ ഒരു സൈഡായിട്ട് മാത്രം കീപ്പ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് കുട്ടികൾ, പ്രത്യേകിച്ച് ഒരു സ്റ്റുഡൻസ് ലൈഫിൽ അവർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ മൊബൈൽ, ടി വി അല്ലെങ്കിൽ ടാബ് എന്നീ ഗാഡ്ജറ്റ്സുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. അപ്പോൾ നമ്മൾ ഇനിയും ഇതെല്ലാം ഒഴിവാക്കണം, ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിനെങ്ങനെ സ്മാർട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുക, കൺട്രോൾഡായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളതേ ഇനി പറ്റുള്ളൂ. അപ്പോൾ അതുമായിട്ട് നമ്മളൊരു ഹെൽത്തി ആയിട്ട് എങ്ങനെ ലിമിറ്റഡ് യൂസിലും പോസിറ്റീവായിട്ടും അതിനെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നോക്കുക എന്ന് മാത്രമേ ചുരുക്കി എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ. ജസാക്കുമുല്ലാഹു ഖൈറൻ. വളരെ വൈജ്ഞാനികപരമായിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു സാറപ്പുറം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ പല മേഖലകളിലും നമ്മൾ ചർച്ചകൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷകരമായിരുന്നു ഈ ഇതിൽ നിങ്ങളെ കൂടെ ഇൻട്രാക്ട് ചെയ്തതിൽ. എന്താ പറയുക, ഇൻഷാ അല്ലാഹ് ഹോപ്പ്ഫുള്ളി
ഇത് ഒരുപാട് പാരൻസിനും അതേപോലെ കുട്ടികൾക്കൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതെ, കുട്ടികളിലെ സോഷ്യൽ മീഡിയയിലെ മറ്റൊരു പോഡ്കാസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇതിനു വേണ്ടി സഹായിച്ച സാറിന് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് കൃതജ്ഞത അറിയിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.